ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് പോലീസ്. ഷൈൻ പോലീസിന് മുന്നിൽ ഹാജരാകണം. ഇന്ന് നോട്ടീസ് അയക്കും. ഹോട്ടലിലെ പരിശോധനയ്ക്കിടെ എന്തിന് ഓടിപ്പോയെന്ന് ഷൈൻ വിശദീകരിക്കണമെന്നും കൊച്ചി DCP പറഞ്ഞു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഏറ്റവും ഒടുവിൽ നടപടികളിലേക്ക് കടക്കുകയാണ്. കാലതാമസമുണ്ടായി, എന്ത് ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നിലപാട് പോലീസ് വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത, ഈ കേസിൽ അതായത് ഈ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുൻപാകെ ഹാജരാകണം. പോലീസ് അത് രേഖാമൂലം ആവശ്യപ്പെടുകയാണ്. ഇന്ന് തന്നെ ഷൈനെ നോട്ടീസ് അയക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷൈന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ മിക്കവാറും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഷൈൻ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തണം. DCPക്ക് അടക്കം DCP അശ്വതി ജിജി തന്നെയായിരിക്കും മിക്കവാറും ഈ കേസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക. അവർക്ക് മുന്നിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തേണ്ടി വരും. ഇതിൽ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിശോധന നടക്കുമ്പോൾ ഇവിടെ നിന്ന് വളരെ അസ്വാഭാവികമായി, വളരെ നാടകീയമായി ഇവിടെ നിന്ന് രക്ഷപ്പെടാനും ഓടി മാറാനും ഇടയായ സാഹചര്യം എന്താണെന്നതടക്കം ഷൈൻ വിശദീകരിക്കണം. ഇതിൽ മറ്റ് രാസലഹരി പരിശോധനയുമായെല്ലാം തന്നെ ബന്ധപ്പെട്ടാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു വിവരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് ആയിരുന്നില്ല, മറ്റൊരു ലഹരി ഇടപാടുകാരനെ കുറിച്ചായിരുന്നു അതിൽ അവർക്ക് വിവരം ലഭിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിലേക്ക് പരിശോധന നടത്താൻ വന്നത്. ഈ പരിശോധന സംശയിക്കപ്പെടുന്ന മുറി 314 പോലീസ് എത്തി. അപ്പോൾ പരിശോധന നടക്കുമ്പോഴായിരുന്നു ഇവിടെ നിന്ന് നടൻ ഓടി രക്ഷപ്പെടുന്നത്. എന്തായിരുന്നു അതിനുള്ള സാഹചര്യം? ഇങ്ങനെ ഒരു ഇടപാടുകാരനെ തേടിയെത്തുമ്പോൾ അവിടെ ഈ നടൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? അതുമാത്രവുമല്ല, തീർത്തും നാടകീയമായ അസ്വാഭാവികമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇത്രയും പരാക്രമം കാണിച്ച് അവിടെ നിന്ന് ഈ പോലീസ് സംഘത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടൻ വിശദീകരണം നൽകണം എന്നതാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. പോലീസ് അതിൽ രേഖാമൂലം തന്നെ നടനോട് ആവശ്യപ്പെടും. ഷൈൻ ടോം ചാക്കോയോട് ഇവിടെ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താനായിട്ട് ആവശ്യപ്പെടുമെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിനോ പോലീസിനോ മറ്റ് നടപടികളിലേക്കും നീങ്ങാൻ മറ്റ് നിർവാഹമില്ല എന്നത് ഒരു ഭാഗം പറയുമ്പോൾ തന്നെയും സ്വമേധയാ ഇതിൽ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന വിലയിരുത്തലുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പോലീസിന് ഈ കേസിൽ എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലീസിന് ആവശ്യപ്പെടാമെന്നത് പറഞ്ഞിരുന്നു. നേരത്തെ ACP അബ്ദുൽ സലാം ഇക്കാര്യത്തിൽ പറഞ്ഞു. അദ്ദേഹം അന്ന് ഈ പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ഡാൻസ് ഓഫിൻ്റെ പരിശോധന നടക്കുമ്പോൾ എന്തുകൊണ്ട് ഓടി എന്നത് സംബന്ധിച്ച ഞങ്ങൾക്കും ചില ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിന് മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുക. നോട്ടീസ് അയച്ചു വിളിപ്പിക്കണമോ അല്ലാതെ ഇവിടെ ഹാജരാകാൻ ആവശ്യപ്പെടണമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ചർച്ച നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ DCP ഒരു ഉത്തരം നൽകുന്നത്. രേഖാമൂലം തന്നെ ഇവിടെ എത്തപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിൽ ഒരു കാര്യം, ഇതിൽ റെക്കോർഡിക്കലായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ മേലുദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്ന ഉന്നതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇയാൾ ഈ രീതിയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന അടക്കമുള്ളൊരു സാഹചര്യം ഉണ്ടായി, അത് വിശദീകരിക്കാനായിട്ട് ഇവിടേക്ക് എത്തണം. അല്ല എങ്കിൽ ചിലപ്പോൾ വാക്കാൽ ഇവിടേക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനും ചില ഉപാധികളോട് ചിലപ്പോൾ ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രേഖാമൂലം അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. ഇവിടേക്ക് എത്തണം എന്നൊരു ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് തന്നെ നോട്ടീസ് അയക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിക്കവാറും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അന്വേഷണ സംഘത്തിന് മുൻപാകെ തന്നെ ഹാജരാകാനായിട്ടാണ് ആവശ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മറുപടി നൽകേണ്ടത് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നാണ്. ഇനി ഷൂട്ടിംഗ് തിരക്കുകൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഈ കൊച്ചി സിറ്റി പോലീസ് നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ആദ്യം ഡാനി, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഈ മൊഴിയുടെ പ്രശ്നമാണല്ലോ. അവരുടെ ഭാഗത്ത് നിന്ന് മൊഴി ലഭിക്കണമെന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. വിൻസി അലോഷ്യസിന്റെ കുടുംബം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. എക്സൈസ് സംഘത്തെ കാണാനോ പരാതിയിൽ ഉറച്ചു നിൽക്കാനോ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് തങ്ങൾക്ക് പരാതിയില്ല, പോലീസിനെയോ നിയമ സംവിധാനങ്ങളെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം സിനിമാ സംഘടനകൾ പരിഹരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത, ഷൈൻ്റെ മൊഴിയെടുക്കാം, മറ്റ് തെളിവുകൾ ശേഖരിക്കാനുള്ള മറ്റെന്തൊക്കെ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ സിനിമാ ലൊക്കേഷനിലടക്കം നേരത്തെ നടന്ന അവിടെ ആ പ്രദേശങ്ങളടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടുത്തെ SHOയെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കേണ്ടതുണ്ട്. അത്തരം നീക്കങ്ങൾ വല്ലതും പോലീസ് ആലോചിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും അത്തരം നീക്കങ്ങളിലേക്ക് പോയേക്കാം. കാരണം ഈ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണ് എന്നത്
ഈ പലരുടെയും പ്രതികരണങ്ങളുണ്ടായി. സ്വാഭാവികമായി പല മന്ത്രിമാരുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ആ രീതിയിൽ വന്നിരുന്നു. എം പി രാജേഷ് അടക്കമുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിൻ്റെ ഒരു അനുരണനങ്ങൾ സ്വാഭാവികമായും ഇതിലേക്കും വന്നേക്കും. കാരണം ഇത് കൃത്യമായി നിലപാടെടുക്കേണ്ടതാണ് എന്നൊരു സൂചന ഇവരുടെ ഭാഗത്തു തന്നെയുണ്ട്. പോലീസും സ്വാഭാവികമായും ആ രീതിയിലേക്ക് തന്നെ നീങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസിന് മുന്നിൽ ഒരു വിലങ്ങുതടിയായിരുന്നത് ഈ രീതിയിലുള്ള ഒരു പരാതി, ഈ രീതിയിൽ ഒരു വ്യക്തി പരാതി അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് തന്നെ വരുമ്പോൾ അത് എന്തുകൊണ്ട് പരാതിയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നില്ല, അത് നിയമവൃത്തങ്ങളിലേക്ക് എത്തുന്നില്ല, ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതുമായ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു പരാതി എന്തുകൊണ്ട്, ഈ ഒരു ആരോപണം എന്തുകൊണ്ട് പരാതിയായി മാറുന്നില്ല എന്നതടക്കമുണ്ടായിരുന്നു. സിനിമാ ലോകത്ത് മാത്രം നൽകേണ്ട പരാതിയാണോ ഇതെന്നത് ഇപ്പോഴും ആ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴും നടിയുടെ നിലപാട് അവിടെ മാത്രമേ താൻ പരാതി പറയുന്നുള്ളൂ എന്നതാണ്. പക്ഷേ പോലീസിന് അതിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുള്ളത് ഇപ്പോഴുള്ളത് വിൻസിയുടെ പരാതിയിലല്ല, അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിച്ച ഈ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോലീസിൻ്റെ ലഹരി പരിശോധന നടക്കുമ്പോൾ ഇങ്ങനെ ആരോപണ വിധേയനായ ഒരാൾ, ഇയാൾക്കെതിരെ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അപ്പോൾ ഈ രീതിയിലൊരു പരാക്രമം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനിടയായ സാഹചര്യം എന്താ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. വിൻസിയുടെ പരാതിയിലല്ല. പക്ഷേ എങ്കിലും ഇയാൾ പോലീസ് സംഘത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്ക് പോയേക്കാം. കാരണം അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, സെറ്റിലടക്കം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റേതായ ഒരു സംഘം നിലവിൽ സിനിമാ സെറ്റുകളിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ പോലീസിനെ അവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും നടനിൽ നിന്ന് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കാനുള്ള സർവ്വസാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി എക്സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നീക്കം ഇനിയും സ്വാഭാവികമായി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വിൻസി ഇതുവരെയും പരാതി ഉന്നയിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എങ്കിൽ കൂടിയാണെങ്കിലും സ്വമേധയാ എന്ത് നടപടി എടുക്കാൻ എന്ന ഒരു ആലോചനയും എക്സൈസ് വകുപ്പിനകത്തും നടക്കുന്നുണ്ട്. രഞ്ജിത്ത, തിരിച്ചു വരാം. തുടരുക ഡാനി. ഇപ്പോൾ നവമി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ സംഘടനകളുടെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ്. അത് അമ്മ നിലപാട് കഴിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷൈനെ മാറ്റി നിർത്താൻ നേരത്തെ ഫിലിം ചേംബർ പ്രതിനിധികളൊക്കെ പറഞ്ഞത് ഷൈനെ ഇനി സഹകരിപ്പിക്കേണ്ട, തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് തന്നെ അമ്മയുടെ ഭാഗത്ത് തീരുമാനമുണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, എന്തായാലും അമ്മ സംഘടനയിൽ തന്നെ വിനു മോഹന്റെ നേതൃത്വത്തിലൊരു ഈ ഒരു പരാതി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ വിൻസി അലോഷ്യസിന്റെ പരാതി അവർ വിശദമായി കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത നടപടി എന്നോണം ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി കേൾക്കുക എന്നതാണ്. ഇതിലെന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളതെന്ന് ഈ സംഘടനയ്ക്ക് കേൾക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിക്ക് കേൾക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ആ സിനിമാ സെറ്റിലുണ്ടായിരുന്ന സംവിധായകൻ ഉൾപ്പെടെയുള്ളവരോട് ഇതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനുള്ള ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്. ആ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള ഒരു നടപടിയിലേക്ക് സംഘടന കടക്കുകയുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായ ഒരു അഡ്ഹോക് കമ്മിറ്റി മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്.